പ്രധാനമായിട്ടും വീടുകൾക്കകങ്ങളിൽ നിന്ന് നമുക്ക് പാമ്പുകളെ കിട്ടുന്നത്, അതല്ലെങ്കിൽ ഇത്തരത്തിൽ കടികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും വരുന്നത് 2 പീക്കാണ്. ഒന്ന് ഈ മാർച്ച് ഏപ്രിൽ സമയവും, 2 ജൂലൈ ഓഗസ്റ്റ് സമയമാണ്. അതായത് പ്രധാനമായിട്ടും മഴ കൂടി മാളങ്ങളും എല്ലായിടത്തും വെള്ളം നിറയുന്നു. അപ്പോൾ പതുക്കെ ഈ പറഞ്ഞ ഇരയുടെ പുറകെയൊക്കെ വന്ന് അത്തരത്തിൽ ഉള്ളിലേക്ക് വരുന്ന കേസുകളും 2000 മുതൽ 2019 വരെയുള്ള 20 വർഷ കാലയളവിൽ ഇന്ത്യയിൽ ഈ 20 വർഷ കാലയളവിൽ 10 ലക്ഷം ആളുകൾ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഇയർലി ആവറേജ് നോക്കുമ്പോൾ 50,000 60,000 എടുത്ത ആളുകളായി. പക്ഷേ ഇതേ നമ്പർ നമ്മൾ കേരളമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്കിവിടെ കടി ഉണ്ടാവുന്നുണ്ട്. 3000 മുതൽ 8000 കടി ഓരോ വർഷവും ഉണ്ടാകുമ്പോഴും മരണനിരക്ക് വളരെ കുറവാണ്. 2025-26, അതായത് 25 ഏപ്രിൽ മുതൽ 26 മാർച്ച് വരെയുള്ള കാലയളവിൽ 18 പേരാണ് മരിച്ചിട്ടുള്ളത്. അപ്പം 150-ഓ 130-ഓ ഇതേ ഉണ്ടായിരുന്നു. ഇത്രയും നമ്പറിലേക്ക് കുറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാമ്പ് കടിയേറ്റുള്ള മരണ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെയാണ് പാമ്പ് കടിയേറ്റ് ദാരുണമായി മരണത്തിന് കീഴ്പ്പെട്ടത്. ഈ സാഹചര്യത്തിൽ ഉരഗങ്ങളെക്കുറിച്ചും ഉഭയജീവികളെക്കുറിച്ചും ആഴത്തിൽ പഠനങ്ങൾ നടത്തുന്ന ഡോക്ടർ സന്ദീപ് ദാസുമായി നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. നമസ്കാരം സർ. നമസ്കാരം. അടുത്ത കാലത്തായി പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളുടെ വാർത്ത നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്തായിരിക്കും? ചൂട് കൂടിയത് കൊണ്ടാണോ? അതായത് ഇതിനെ നമ്മളിപ്പം കുറച്ച് ദിവസമായിട്ട് ഇത് ഇങ്ങനെ പലതരത്തിൽ ചർച്ച ചെയ്യണം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഒരൊറ്റ കാരണം കൊണ്ടല്ല. ശരിയാണ്, ചൂട് കൂടുന്നത് ഇതിനൊരു കാരണം തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ മാർച്ച് ഏപ്രിൽ മാസം പ്രജനനം കഴിഞ്ഞ് മുട്ടയൊട്ട ഈ പറയുന്ന മൂർക്കൻ, വെള്ളിക്കെട്ടൻ, അണലി എന്ന് പറയുന്ന ബിഗ് 4 എന്ന് പറയുന്ന പാമ്പുകളുണ്ട്. അതിലൊന്നും കൂടി ഉണ്ട്, സോസ്കെയിൽ വൈപ്പർ എന്ന് പറയുന്ന, രക്തമണ്ഡലി എന്ന് പറയുന്നത്. കേരളത്തിൽ താരതമ്യേന അപൂർവമാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ, അതുപോലെ പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിലൊക്കെയാണ് കാണുന്നത്. മറ്റ് 3 പ്രധാനമായിട്ട് പ്രശ്നമാക്കുന്നത്. ഈ പാമ്പുകൾ അവരുടെ മുട്ട വിരിഞ്ഞ്, അല്ലെങ്കിൽ അണലിയാണെങ്കിൽ വയറിനകത്ത് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന സമയമാണ്. 1 ചൂട് എന്നുള്ളതൊന്ന്, 2 ഈ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നൊരു സമയം എന്നുള്ളത്, 3 ഈ ഇര തേടി ഇവരകത്ത് വരുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് ചൂട് പലതരത്തിലൊരു ഫാക്ടറാണ്. ഇപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചൂടുകാലം എന്നത് തന്നെ നമ്മളെപ്പോലെ തന്നെ ആനിമൽസും സ്ട്രെസ്ഡാണ്. അപ്പം ഇപ്പോൾ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ മാളങ്ങളിൽ ഇരിക്കുന്ന, ഈ ചൂട് കൂടുന്ന സമയത്ത് മാളങ്ങളിൽ താരതമ്യേന നമ്മുടെ ചുറ്റുപാടുള്ളതിനെക്കാട്ടിലും കുറച്ചൊരു ആംബിയൻ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ അവരതിനകത്ത് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റി പീരീഡ് കുറയ്ക്കുകയും ചെയ്യും. പിന്നീട് തണുപ്പ് അല്ലെങ്കിൽ ചൂട് കുറയുന്ന അവസരത്തിൽ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ ഒരു പുറത്തിറങ്ങുകയും ഇര പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അതും ഓൺ എ ഡെയിലി ബേസിസ് ഹണ്ട് ചെയ്യുന്ന ജീവികളല്ല. അത് പലപ്പോഴും എന്താ പറയുക, വൺസ് ഇൻ എ വൈൽ കഴിക്കുകയും അത്തരത്തിൽ എന്താ പറയുക ബിഹേവിയറുള്ള, ഫിസിയോളജിയുള്ള ജീവികളാണ്. അപ്പം പ്രധാനമായിട്ടും ഈ എക്സ്ട്രീം ഹീറ്റ് ഒരു കാരണം തന്നെയാണ്. അതിനോട് കൂടെ തന്നെ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന സമയം, മൂന്നാമതായി ഈ എന്താ പറയുക ഇരയെ തേടി വീടിനകത്തേക്ക് പുറത്തു വരുന്ന ഒരു പ്രശ്നം കൂടി ഉണ്ട്. വാതിലുകൾ അടച്ചിട്ടാലും വീട്ടിനകത്തേക്ക് പാമ്പ് കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടല്ലോ. അടുത്ത കാലത്ത് കുട്ടികൾ കട്ടിലിൽ കിടന്ന് ഉറങ്ങുമ്പോഴായിരുന്നു പാമ്പ് കടിയേറ്റത്. ഇതെങ്ങനെയാണ് പാമ്പുകൾ വീട്ടിനകത്തേക്ക് എത്തുന്നത്? അതായത് ഇപ്പം കഴിഞ്ഞ ദിവസത്തെ കേസ്, നമ്മൾ ആ സ്പെസിഫിക് ആ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് തൃശ്ശൂർ ജില്ലയിൽ കോടാലി എന്ന് പറയുന്ന പ്രദേശത്ത് അതിലൊരു തിരുത്തുണ്ട്. കട്ടിലിൽ അല്ല ഉണ്ടായിട്ടുള്ളത്, അവർ നിലത്താണ് കിടന്നുറങ്ങിയിരുന്നത്. നിലത്ത് കിടന്നുറങ്ങിയിരുന്ന അവസരത്തിൽ പാമ്പ് കടിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മളതിന് ശേഷം അവിടെ പലതവണ പോവുകയും, ഈ പറയുന്ന സർപ്പയുടെ ടീം പോവുകയും നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ പോവുകയൊക്കെ ചെയ്തപ്പോൾ മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ, പ്രജനനം കഴിഞ്ഞ് മുട്ടയിടുന്ന സമയമായപ്പോൾ ഈ അഡൽട്ട് സ്നേക്ക് ഈ വീടിൻ്റെ തറയുടെ ഉള്ളിൽ എവിടെയോ മുട്ടയിടുകയും, അതിൽ നിന്ന് വീടിനകത്തേക്കുള്ള ഗ്യാപ്പ്, അത് വാഷ്റൂമിൻ്റെ ഉള്ളിലൊരു ചെറിയ ടൈലിൻ്റെ ഇടയിൽ ഗ്യാപ്പാണെന്നാണ് ഇപ്പോൾ സോഴ്സ് അവർ കണ്ടെത്തിയത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഓരോന്നോരോന്നായി വിരിഞ്ഞത് പുറത്തേക്ക് വരികയുണ്ടായി. അതിൽ 1 വീടിൻ്റെ തറയിലൂടെ പുറത്തും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് 5 മൊത്തത്തിൽ അവർ കണ്ടെത്തിയത്. അതാവണമെന്നില്ല, ചിലപ്പോൾ 10 ഉണ്ടാവാം, 15 ഉണ്ടാവാം. അപ്പം അത് പല വഴിക്ക് ചിലപ്പോൾ ഇറങ്ങി പോയിട്ടും ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പം തറ മുഴുവൻ തേച്ചിട്ടില്ല, തേച്ച് അതിൻ്റെ പോയിന്റ്സ് അടച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ വാഷ്റൂമിൻ്റെ പുറത്തേക്ക് വരുന്ന പൈപ്പിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവുന്നു, അതല്ലെങ്കിൽ ഈ തേക്കാത്ത അവസ്ഥ വരുമ്പോൾ പലപ്പോഴും ഈ നമ്മുടെ റോഡൻസ്, എലി പോലെയുള്ള ജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുക, മണ്ണിനടിയിലൂടെ നടക്കുകയൊക്കെ ചെയ്യും. ഒരു നെറ്റ്വർക്ക് ഓഫ് ഹോൾസ് ആയിരിക്കും സത്യം പറഞ്ഞാൽ പലപ്പോഴും. അപ്പോൾ ഇതാണ് പാമ്പുകൾ ഉപയോഗിക്കുന്നത്. പാമ്പുകൾ സ്വതവേ മാളം ഉണ്ടാക്കുന്ന ജീവികളല്ല. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടായ മാളങ്ങളിലൂടെ ഇവർ പോവുകയും, അപ്പോൾ ഇത് പാമ്പ് മുട്ടയിടുകയും അത് പല സമയത്തായിട്ട് വിരിഞ്ഞ് പുറത്തു വരുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ്ലി സീലായിട്ടൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അകത്തേക്ക് വരില്ല. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ചൂടാണ്, നമുക്ക് നിലത്ത് ചിലപ്പോൾ കിടക്കേണ്ടി വരും.
ചില സമയത്ത് ഇപ്പം കറണ്ട് ഇല്ലാത്ത സമയം, അതല്ലെങ്കിൽ വളരെ ചൂട് കൂടിയ സമയം നമ്മൾ ജനലൊക്കെ തുറന്ന് കിടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. അപ്പം നിലത്ത് കിടക്കേണ്ടി വരുമ്പോൾ നമ്മൾ കൊതുകുവല ഉപയോഗിക്കുക, കവർ ചെയ്യുക എന്നുള്ളതോ, അതല്ലെങ്കിൽ ജനൽ തുറന്നിടുമ്പോൾ നെറ്റ് അടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ഇരയുടെ പുറകെ വരുന്നു. പലപ്പോഴും എലിയോ ഈ പറയുന്ന തവളയോ ഇപ്പം നമ്മുടെ ലൈറ്റിൽ ആകർഷണമായി ഇപ്പം തവള പ്രാണിയെ പിടിക്കാൻ വരുന്നു, അതല്ലെങ്കിൽ പല്ലികൾ, അല്ലെങ്കിൽ എലി ഒബ്വിയസ്ലി നമ്മുടെ വേസ്റ്റ് അത്തരത്തിലുള്ള അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ തേടി വരുന്നു. അതിൻ്റെ പുറകെയായിരിക്കും ഈ പാമ്പുകൾ വരുന്നത്. അപ്പം അത്തരത്തിലാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സാധാരണഗതിക്ക് നമ്മളൊരു വർഷം മുഴുവൻ നോക്കുമ്പോൾ പ്രധാനമായിട്ടും വീടുകൾക്കകങ്ങളിൽ നിന്ന് നമുക്ക് പാമ്പുകളെ കിട്ടുന്നത്, അതല്ലെങ്കിൽ ഇത്തരത്തിൽ കടികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും വരുന്നത് 2 പീക്കാണ്. ഒന്ന് ഈ മാർച്ച് ഏപ്രിൽ സമയവും, 2 ജൂലൈ ഓഗസ്റ്റ് സമയമാണ്. അതായത് പ്രധാനമായിട്ടും മഴ കൂടി മാളങ്ങളും എല്ലായിടത്തും വെള്ളം നിറയുന്നു. അപ്പോൾ പതുക്കെ ഈ പറഞ്ഞ ഇരയുടെ പുറകെയൊക്കെ വന്ന് അത്തരത്തിൽ ഉള്ളിലേക്ക് വരുന്ന കേസുകളും. സർ, ഇപ്പോൾ ബിഗ് 4 പാമ്പുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പാമ്പുകളുടെ കടിയേൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ പാമ്പുകളെ കുറിച്ച് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരിലും അവയർനെസ് ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മൾ ആഗോളതലത്തിൽ നോക്കുമ്പോൾ വേൾഡിലെ സ്നേക്ക് ബൈറ്റ് ക്യാപിറ്റലാണ് ഇന്ത്യ. ഒരു പഠനമുണ്ട് 1 മില്യൺ സ്നേക്ക് ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 2001 തോന്നുന്നു. 2000 മുതൽ 2019 വരെയുള്ള 20 വർഷ കാലയളവിൽ ഇന്ത്യയിൽ ഈ 20 വർഷ കാലയളവിൽ 10 ലക്ഷം ആളുകൾ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഇയർലി ആവറേജ് നോക്കുമ്പോൾ 50,000-നും 60,000-നും എടുത്ത ആളുകളായി. പക്ഷെ ഇതേ നമ്പർ നമ്മൾ കേരളമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്കിവിടെ കടി ഉണ്ടാവുന്നുണ്ട്. 3000 മുതൽ 8000 കടി ഓരോ വർഷവും ഉണ്ടാവുമ്പോഴും മരണനിരക്ക് വളരെ കുറവാണ്. അതും കഴിഞ്ഞ ഒരു 5 വർഷത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 150-ലൊക്കെ നിന്നിരുന്നത് ഈ സർപ്പ സംവിധാനം വന്നതോടുകൂടി ആരോഗ്യ സംവിധാനം വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സർപ്പ സംവിധാനം അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു, റെസ്ക്യൂ പരിപാടികൾ ചെയ്യുന്നു, അവബോധം ഒരുപാട് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പറയുന്ന 150-ൽ മീതെ ഉണ്ടായിരുന്ന മരണങ്ങൾ ഇന്ന് 2025-26, അതായത് 25 ഏപ്രിൽ മുതൽ 26 മാർച്ച് വരെയുള്ള കാലയളവിൽ 18 പേരാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ 150-ലോ 130-നോ മീതെ ഉണ്ടായിരുന്നു. ഇത്രയും നമ്പറിലേക്ക് കുറഞ്ഞു. അത് ഈ പറയുന്ന ഒന്ന് അവബോധം, 2 ചികിത്സിക്കാൻ പോകാൻ ആശുപത്രിയുണ്ട്, ആശുപത്രിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട്. പിന്നെ ഒരു ലാർജ് ലെവലിൽ ഇപ്പോൾ റെസ്ക്യൂ ചെയ്യുന്നു, അതിനെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നു. ഇതും ഒരു തരത്തിലൊരു അവയർനെസ് കൂടിയാണ്. ഒരു മനുഷ്യവാസ പ്രദേശത്ത് നിന്ന് ഇതിനെ പിടിച്ച് മനുഷ്യവാസമില്ലാത്ത വനപ്രദേശങ്ങളിൽ കൊണ്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു റെസ്ക്യൂർ അവിടെ പോകുമ്പോൾ പലപ്പോഴും ഈ വീട്ടിൽ അവിടെയും ഒരു അവയർനെസ് ക്രിയേഷൻ നടക്കാം. ഇതല്ലാതെ സർപ്പപാഠം എന്നുള്ള പദ്ധതികളായിട്ട് സ്കൂളുകളിലും ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഈ പറയാം ഹൗസിംഗ് കോളനികളിലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലും വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പോരാ എന്നുള്ളത് തന്നെയാണ്, നമ്മളത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വനം വകുപ്പ് കഴിഞ്ഞ വർഷം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള സീറോ സ്നേക്ക് ബൈറ്റ് ഡെത്ത് ഇനീഷ്യേറ്റീവ് വരുന്ന 5 വർഷത്തിനുള്ളിൽ ഈ പാമ്പ് കടിയേറ്റുള്ള മരണം 0 എന്നുള്ളൊരു അതൊരു ഹെർക്കുലിയൻ ടാസ്ക് തന്നെയാണ്. പക്ഷെ അത് സാധിക്കും. നമ്മൾ ഈ തരത്തിൽ എല്ലാവരിലേക്ക് എത്തിക്കുക, അതല്ലെങ്കിൽ പാമ്പ് കടിയേറ്റ ആന്റിവെനം ചികിത്സ മാത്രമാണ് പ്രതിവിധി എന്നുള്ളൊരു ബോധം കൂടി അത് ഒരുപാട് ആളുകളിൽ അതുണ്ട്. ചികിത്സിക്കാൻ ആശുപത്രിയിൽ പോകുന്നുണ്ട് എന്ന് പറയുമ്പോഴും എല്ലാ വർഷവും നമ്മൾ ഈ മരണപ്പെടുന്ന കണക്കുകൾ എടുക്കുമ്പോൾ അതിൽ ഒരു 4-5 കേസുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പലപ്പോഴും കൃത്യമായിട്ടുള്ള ആശുപത്രിയിലോ അത്തരത്തിലുള്ള ചികിത്സയ്ക്ക് പോകാതെ അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികൾ അവലംബിച്ച് ആളുകൾ മരണപ്പെട്ടിട്ടുള്ള കേസുകളുമുണ്ട്. ബിഗ് 4 ഗ്രൂപ്പിൽപ്പെട്ട പാമ്പുകളുടെ സവിശേഷതകളെ കുറിച്ച് ഒന്ന് പറയാമോ? ബിഗ് 4 എന്ന് പറയുന്നത്, അത് ബിഗ് 4 എന്ന് വിളിക്കുന്നത് തന്നെ ഇത് ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവർ മൂലമാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് ബിഗ് 4 എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ബിഗ് 4+1 എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിൽ ബിഗ് 4-ൽ ആദ്യത്തെ 2 പാമ്പുകൾ ന്യൂറോടോക്സിക് ആണ്, നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന സ്പെക്ടക്കിൾ കോബ്ര എന്ന് ഇംഗ്ലീഷ് നാമമുള്ള, നായ എന്ന് ശാസ്ത്രീയ നാമമുള്ള മൂർഖൻ. ഈ മൂർഖനെ നമ്മൾ വെള്ളവെമ്പാല, പുല്ലാനി മൂർഖൻ, സർപ്പം, നാഗം, കരിമൂർഖൻ ഇങ്ങനെ പല പേരുകളിൽ പറയും, മലയാളികൾ പറയുമെങ്കിലും ഒറ്റൊരിനാണ് സ്പെക്ടക്കിൾ കോബ്ര എന്ന് പേരുള്ള, പത്തിയിൽ എന്ന് അടയാളമുള്ള, നമ്മൾ കുട്ടികളുടെ ഭാഷയിൽ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹെഡ്സെറ്റുള്ള പമ്പ് എന്ന് പറയുന്ന പോലെ ആണ് കോബ്ര. രണ്ടാമത് കോമൺ ക്രേറ്റ്. ഇപ്പോൾ റീസെൻറ്റ് ഇൻസിഡൻറ്റിലുണ്ടായ കോമൺ ക്രേറ്റ് എന്ന് പറയുന്നത് വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ, വളവളപ്പൻ, ഇങ്ങനെ പല പേരുകൾ നമ്മൾ പറയും. അപ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ വളയങ്ങളുള്ളതെല്ലാം ശംഖുവരയനാണ്. പക്ഷേ താരതമ്യേന വളരെ അപൂർവമായിട്ടുള്ളൊരു പാമ്പാണ് കോമൺ ക്രേറ്റ്. നൊക്ടേണലാണ്, കംപ്ലീറ്റ്ലി രാത്രിഞ്ചരനായിട്ടൊരു പാമ്പാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ വിഷപ്പല്ല് നന്നേ ചെറുതാണ്. പലപ്പോഴും ഇവർ കടി കിട്ടുന്ന ആൾ അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ രാത്രി കാലങ്ങളിൽ നിലത്ത് കിടക്കുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ രാത്രി ചെരുപ്പിടാതെ നടക്കുമ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങളാണ് ഇവരുടെ കടി കൂടുതൽ വരുന്നത്. ബംഗാറ സെറൂലിയസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ 4 പേരിൽ 4 പേരിൽ വിഷത്തിൻ്റെ വീര്യത്തിൽ
ഡെഡ്ലി ആയിട്ടുള്ള ഒരാൾ ഈ കോമൺ ക്രീറ്റ് എന്ന് പറയുന്ന പാമ്പാണ്. 2 ഈ 2 ന്യൂറോടോക്സിക് ആയിട്ടുള്ള നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന പാമ്പുകൾ. ഇനി 2 ഉള്ളത്, ഒന്ന് റസൽസ് വൈപ്പർ, ഡബോയ റസലി എന്ന് ശാസ്ത്രീയ നാമമുള്ള ഹീമോടോക്സിക് ആയിട്ടുള്ള വേനാണ്. അവർ നമ്മുടെ രക്തത്തെയാണ് അവരുടെ വിഷം ബാധിക്കുന്നത്. അപ്പോൾ ഈ റസൽസ് വൈപ്പർ, ചേനത്തണ്ടൻ, തേക്കിലപ്പുളി, വട്ടക്കൂറ, മഞ്ചട്ടി, ഇത്തരത്തിൽ ഒക്കെ പേരുള്ള, ഇന്ന് ഒരു സോഷ്യൽ മീഡിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ 360 ഡിഗ്രി എന്ന് പറയുന്നത്, അത് ആംബുഷ് പ്രേഡേറ്ററാണ് ബേസിക്കലി അവർ. അപ്പോൾ അവർ പെട്ടെന്ന് ചാടും അല്ലെങ്കിൽ കടിക്കും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് പറയുന്നത്. കുറച്ച് അതിശയോക്തിയാണ്, കാരണം താൻ ഇറങ്ങുന്ന പോലെ ഒന്നും ഇറങ്ങി കടിക്കാനൊന്നും അവർക്ക് സാധിക്കില്ല. ബട്ട് ദേ ആർ സ്ലൈറ്റ്ലി അഗ്രസീവ് കമ്പയർഡ് ടു അതർ സ്നേക്സ്. നമ്മൾ ഒരു പരിധി വരെ അവർ അനങ്ങാണ്ട് അവരുടെ കാമോഫ്ലാഷിൽ വിശ്വസിച്ച് പതുങ്ങിയിരിക്കും, പക്ഷേ ലിമിറ്റ് ക്രോസ് ചെയ്താൽ ദിൽ ജമ്പ് ആൻഡ് അറ്റാക്ക്. അപ്പോൾ അതാണ് റസൽസ് വൈപ്പർ എന്ന് പറയുന്ന, കടിച്ചാൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള പാമ്പുകളിലൊന്നാണ്. 4 സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയുന്ന പാമ്പ്. അതിന് രക്തമണ്ഡലി, ഈർച്ചവാൾ, ശൽക്കാണലി, ചുരുട്ടമണ്ഡലി എന്നെല്ലാം പറയും. എക്കിസ് കാരിനൈറ്റസ് എന്നുള്ളതാണ് അവരുടെ ശാസ്ത്രീയ നാമം. അത് നമുക്ക് കേരളത്തിൽ സാധാരണയായിട്ട് അവരെ കാണുന്നത് കാസർഗോഡ്, ചെങ്കൽക്കുന്ന് പ്രദേശങ്ങളിൽ, കാസർഗോഡും കണ്ണൂരും അതിർത്തി പങ്കെടുക്കുന്ന ചെറിയ ഏരിയാസ്. പിന്നെ നമുക്ക് ഇടുക്കി ജില്ലയിലെ ചിന്നാറിൽ, അട്ടപ്പാടി, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി, അതുപോലെ പാലക്കാട് തന്നെയുള്ള വാളയാർ, കഞ്ചിക്കോട് പ്രദേശങ്ങൾ, വളരെ അപൂർവമായിട്ട് തിരുവനന്തപുരം, തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന പ്രദേശത്ത് വരെ കാണുന്നത്. അപ്പോൾ ഇവരുടെ കടി കേരളത്തിൽ വളരെ കുറവാണ്. അതുള്ളത് കൂടുതലും പാലക്കാട്, അട്ടപ്പാടി പ്രദേശങ്ങളിലാണ്. അത് എന്താ പറയുക, നമുക്കറിയുന്ന ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ ജോബി എന്ന് പറഞ്ഞത്, പാലക്കാട് ജില്ലയിലുള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഏതാണ് 30-ലധികം കേസുകൾ അദ്ദേഹം ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ പോലും അത് മരണപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സ് ഇല്ല. എന്നാൽ ഇതേ പാമ്പ് തന്നെ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ ഒരുപാട് മരണങ്ങൾക്ക് കാരണമാകുന്ന പാമ്പുകളാണ്. ദാറ്റ് ഇസ് ബിഗ് 4. ഇനി മറ്റൊരു പാമ്പ് എന്ന് പറയുന്നത് ഹംബ്നോസ്റ്റ് പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന മുഴമുക്കൻ കുഴിമണ്ഡലി എന്ന് പറയും. പേരിൽ പിറ്റ് വൈപ്പർ അല്ലെങ്കിൽ കുഴിമണ്ഡലി എന്ന് പറഞ്ഞാൽ കുഴിയിലിരിക്കുന്നതുകൊണ്ടല്ല, മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ഇടയിലായിട്ട് ലോറിയൽ ശൽക്കത്തിൽ അവർക്കൊരു ദ്വാരമുണ്ട്. അത് ഈ ഹീറ്റ് സെൻസിങ്, ഇൻഫ്രാറെഡ് സെൻസിങ് തരത്തിലുള്ളതാണ്. അപ്പോൾ പിറ്റ് വൈപ്പേഴ്സ് എന്ന് ജനറലി പറയുന്ന വിഭാഗമാണ്. അപ്പോൾ ഇവർ ചെറിയ പാമ്പുകളാണ്, കരിയിലയുടെ ഇടയിൽ ഇരിക്കുക. അപ്പോൾ വനപ്രദേശത്തും വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും അത്തരത്തിലുള്ള കൃഷി സ്ഥലങ്ങളുണ്ട്, റബ്ബർ ആവട്ടെ, പൈനാപ്പിൾ ആവട്ടെ, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഇന്ന് കേരളത്തിൽ ബൈറ്റ് റെക്കോർഡ്സ് നോക്കുമ്പോൾ ഈ പാമ്പുകളുടെ കടി ഇന്ന് എന്താ പറയുക, കുറച്ച് കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അപൂർവമായിട്ട് മരണവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറയുന്നത് പാമ്പിൽ കടിച്ചാൽ നമ്മൾ എടുക്കുന്ന ചികിത്സ ആദ്യം പറഞ്ഞ ബിഗ് 4 പാമ്പുകൾക്ക് മാത്രമാണ്. അപ്പോൾ ഈ പറയുന്ന പാമ്പുകൾക്കില്ല, പിറ്റ് വൈപ്പറിനൊന്നുമില്ല. അപ്പോൾ അത് ഇത്രയധികം കടികളുള്ളത് കൊണ്ട് അതിനെ കൂടി ഈ ആൻറ്റി സ്നേക്ക് വെനത്തിൽ ഉൾപ്പെടുത്തണം, അതിന് സ്പെസിഫിക് ആയിട്ടൊരു ആൻറ്റി സ്നേക്ക് വേണം എന്നുള്ള രീതിയിലുള്ള ശുപാർശകളും അതിലുള്ള ഗവേഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം രാജവെമ്പാല പോലെയുള്ള പാമ്പുകളുണ്ട്, നല്ല വിഷമുണ്ട് അല്ലെങ്കിൽ വിഷത്തിൻ്റെ അളവ് കൂടുതലാണ്. പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ മനുഷ്യനെ കടിക്കുന്നില്ല. നമ്മൾ റെസ്ക്യൂ ഡാറ്റ തന്നെ എടുക്കുമ്പോൾ ഒരു വർഷം ഏതാണ്ട് 200-300 അടുത്ത് രാജവെമ്പാലകളെ പല മനുഷ്യവാസ പ്രദേശങ്ങളിൽ നിന്നും പിടിക്കുന്നുണ്ട്. കൂടുതലും പിടിക്കുന്നത് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ്. അത് പലപ്പോഴും ഈ പ്രജനന സമയത്തൊക്കെ ഇവർ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴാണ് വരുന്നത്. എന്നിട്ട് പോലും കഴിഞ്ഞ 100 വർഷത്തെ ഡാറ്റ എടുത്താൽ ഒരു പക്ഷേ 3 പേരെ കടിച്ചതായിട്ടുള്ള റെക്കോർഡുണ്ട്. ഒന്ന് തിരുവനന്തപുരം സൂവിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്, അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ്, വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. മറ്റ് 2 ഒന്ന് കർണാടകത്തിൽ ഒരു കേസും പിന്നെ ആസാമിലൊരു കേസും. 2 കേസും പാമ്പിനെ വെച്ച് സെൽഫി എടുക്കുകയും അല്ലെങ്കിൽ അതിനെ ഞെക്കുകയും പിഴിയുകയും സർക്കസ് കാണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അതിൽ ഉണ്ടായിട്ടുള്ള ബൈറ്റ്സാണ്. അപ്പോൾ അതർവൈസ് നമുക്ക് ഇപ്പം ലോകത്തിൽ ഏതാണ്ട് 4000-ഓളം പാമ്പുകളുണ്ട്, ഇന്ത്യയിൽ 330-ഓളം പാമ്പുകളുണ്ട്. അത് തന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ 130 പാമ്പുകളുണ്ട്. ഈ 130-ൽ 30 വിഷമുള്ളത്. അതിൽ മനുഷ്യ മരണത്തിന് കാരണമാക്കുന്ന അത്രയും പ്രശ്നമായിട്ടുള്ള ഒരു ഈ ബിഗ് 4ഉം ഈ ഹംനോസ്റ്റ് പിറ്റ് വൈപ്പർ അല്ലെങ്കിൽ മറ്റ് പിറ്റ് വൈപ്പറുകൾ വരുന്ന മറ്റു പിറ്റ് വൈപ്പറുകളും വളരെ അപൂർവമാണ്. പക്ഷെ ഇപ്പോൾ നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ 4 ഇതുമാണ്. ഇനി അതിലേക്ക് തന്നെ വരുമ്പം പൊതുവായിട്ടുള്ളൊരു ധാരണയുണ്ട്, കാട്ടിൽ കാണപ്പെടുന്ന പാമ്പുകൾ നാട്ടിലേക്ക് വരുന്നു. തെറ്റാണ്. നമ്മൾ പരിണാമപരമായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഈ പറയുന്ന മൂർഖനും അണലിയും ഇതുമെല്ലാം സമതലങ്ങളിൽ മനുഷ്യൻ ആദ്യം വന്ന സ്ഥലങ്ങളിലാണ് ഇവരെ കൂടുതൽ കണ്ടുവരുന്നത്. അല്ലാണ്ട് വനത്തിനകത്തല്ല. വനത്തിനകത്തുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ വനത്തിനകത്ത് നമ്മൾ ഒന്നിനെ കാണുന്നത് വളരെ അപൂർവമാണ്. ഈ വേറൊരു കാരണം കൂടി ഉണ്ട്. ഇവരെ ഇങ്ങനെ വളർത്താൻ ആയിട്ടുള്ള വളമിടുന്നത് അല്ലെങ്കിൽ ഒരു അവസരം ഒരുക്കുന്നതിൽ നമുക്കൊരു പങ്കുണ്ട്. നമുക്ക് വേറൊരു പ്രശ്നമുണ്ടല്ലോ, സ്ട്രേ ഡോഗ് ഇഷ്യൂ. അതിൻ്റെ വൺ ഓഫ് ദ പ്രൈമറി റീസൺ കോർ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെയും അത്തരത്തിലുള്ളൊരു സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് ഈ വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാത്തതുകൊണ്ടോ, അതായത് ആഹാര വസ്തുക്കളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർഗാനിക് മാറ്ററിൻ്റെ ഇതും ഡിസ്പോസലും പ്രോപ്പർ അല്ലാത്തതുകൊണ്ടും എലി പോലുള്ള ജീവികൾ പെറ്റുപെരുകുകയും അത്തരത്തിൽ ഭക്ഷണത്തിൻ്റെ എമൗണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പാമ്പുകൾ ഇവരോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഏതാണ്ട് ജുറാസിക്
കാലഘട്ടത്തിൽ 100 ദശലക്ഷം വർഷം മുന്നേ പരിണമിച്ചു എന്നാണ് ഫോസിൽ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പാമ്പുകളുടെ ആൻസസ്റ്റേഴ്സിനെ അങ്ങനെയാണ് നമ്മൾ ട്രേസ് ചെയ്യുന്നത്. 70 ലക്ഷം വർഷമായിട്ടുള്ളൂ നമ്മളിവിടെ വന്നിട്ട്. അപ്പം ശരിക്കും അതിഥികൾ നമ്മളാണ്, അവരല്ല അതിഥികൾ. അപ്പോൾ അവർ നമ്മുടെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മളെക്കാൾ മുമ്പ് പരിണമിച്ചു വന്നു, അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴും എങ്ങനെ നമ്മുടെ ഇടയിൽ ജീവിക്കണം എന്നുള്ളത് അവർ അഡാപ്റ്റായി. അപ്പം അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച പോയിന്റിലേക്ക് വീണ്ടും വരികയാണ്. വനപ്രദേശത്തല്ല, നാട്ടിൻ പ്രദേശത്ത് അല്ലെങ്കിൽ മനുഷ്യവാസ പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന പാമ്പുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഒഴിഞ്ഞ വീടുകളും പറമ്പുകളും കേരളത്തിൽ കൂടുകയാണല്ലോ. അപ്പോൾ ഇത് പാമ്പുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് ഒരു കാരണമായിട്ട് മാറുന്നുണ്ടോ? നമുക്ക് ഒന്നാമത്തെ കാര്യം, എണ്ണം കൂടിയിട്ടുണ്ടോ നമുക്ക് അതിന് വ്യക്തമായിട്ടുള്ളൊരു ഡാറ്റ ഇല്ല. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അത് ഇവിടെ ഒരു വീട്, അത് കഴിഞ്ഞാൽ അടുത്ത വീടിന് എത്ര ദൂരം നടക്കണമായിരുന്നു ഒരു 10 വർഷം മുമ്പ്. ഇന്നതല്ല, ഇന്ന് തൊട്ട് ചേർന്ന് നടക്കുന്ന വീടാണ്. ഇന്ന് ഇവിടെ ഒരു പാമ്പിനെ കണ്ടാൽ നാളെ അവിടെ അറിയും. പലതരത്തിലാണ് ഞാൻ പറഞ്ഞ ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ്. തിരുവനന്തപുരത്ത് ഒരു രാജവെമ്പാലയെ പിടിച്ചെന്ന് കാസർഗോഡുള്ള ഒരാൾ വിത്തിൻ സെക്കൻഡ്സ് അറിയുന്നു. അപ്പം ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശരിക്കും കൂടിയിട്ടുണ്ടോ എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. നമ്മൾ പണ്ട് വല്ലപ്പോഴും ഒരിക്കൽ കാണുന്നു എന്നാൽ ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരു 50 വയസ്സുള്ള ഒരാൾ എടുക്കുകയാണ്. അയാൾ ജീവിതത്തിൽ എത്ര തവണ പാമ്പിനെ കണ്ടിട്ടുണ്ടാവും? ഒരു പക്ഷേ ആ പ്രായത്തിൽ അയാളുടെ പകുതി പ്രായത്തിൽ ഒരു 15 തവണ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 20 തവണ കണ്ടിട്ടുണ്ടാവും. വളരെ അപൂർവമായിട്ടായിരിക്കും ഡെയിലിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് തവണ കണ്ടിട്ടുള്ള കേസുകളുള്ളത്. പക്ഷേ അതിനർത്ഥം പാമ്പുകൾ അവിടെ ഇല്ല എന്നുള്ളതല്ല, അവിടെ ഉണ്ട്. പക്ഷെ അവർ നമ്മൾ കാണാതെ നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണ്. അപ്പം കൂടിയിട്ടുണ്ടോ എന്നുള്ളത് ശരിക്കും പഠന വിധേയമാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇനി കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ നേരെ പറഞ്ഞ ഒരു സർപ്ലസ് ഫുഡ് എന്ന് പറയുന്നൊരു സിറ്റുവേഷനായിട്ട് നമുക്കത് കോറിലേറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഈ ഒഴിഞ്ഞ പറമ്പുകൾ, ഇപ്പം അങ്ങനെ ഒഴിഞ്ഞ പറമ്പുകൾ പലയിടത്തും ഇപ്പം സമ്മറിലൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പല ഒഴിഞ്ഞ പറമ്പുകൾ ഇപ്പോൾ ക്ലിയർ ചെയ്യുന്നൊരു സമയമാണ്. അതുകൊണ്ട് പലപ്പോഴും ഇവരെ കൂടുതൽ കാണുന്നു എന്നുള്ളത് വേണമെങ്കിലും നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ ഈ വർഷം ഇത്തരത്തിൽ ഒരു ഉണ്ടായതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ എക്സ്ട്രീം ഹീറ്റ് ആയിരിക്കാം. പാമ്പുകളും സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഒന്ന്. 2, മീഡിയ ടുക്ക് ഇറ്റ് അപ്പ് ആൻഡ് ദേ ടുക്ക് ഇറ്റ് ഇൻ എ റോങ് ഡയറക്ഷൻ എന്ന് വേണം പറയാൻ. അതായത് ഭീതി ഉണ്ടാക്കുന്ന, ഇത് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിൽ ഇതിനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പം റെസ്ക്യൂ ചെയ്യുന്ന ആളുകളോട് സംസാരിക്കുകയാണെങ്കിൽ ഒരു ദിവസം പരമാവധി 5 or 10 കേസുകൾ വന്നിരുന്ന ആളുകൾക്ക് ഇന്ന് 70 or 100 കോളുകളാണ് വരുന്നത്. ഇതിൽ 1 or 2 കേസുകളായിരിക്കും ചിലപ്പോൾ വീടിനകത്തുള്ളത്. മറ്റേത് പലപ്പോൾ പുറത്ത് പറമ്പിൽ കൂടെ പോയി അല്ലെങ്കിൽ കണ്ടന്റ് മീതെ കണ്ടു. ജനത്തെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ദേ ആർ ഓൾസോ ഇൻ എ പാനിക് സിറ്റുവേഷൻ. അപ്പം അത്തരത്തിൽ സംഭവം ഉണ്ടാക്കി. ഇപ്പം സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ ഒരു May 4 ഇലക്ഷൻ്റെ അത് കഴിഞ്ഞോടുകൂടി ഇത് തീരും. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു മെസ്സേജാണ്. ഒരു കാലത്ത് മറ്റേ സ്വിഫ്റ്റ് ബസ് എല്ലാ ദിവസവും ഇടിക്കുന്ന വാർത്തയായിരുന്നു. നമുക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എല്ലാ ദിവസവും ഒരുപാട് ആക്സിഡൻസ് ഉണ്ടാവുന്നുണ്ട്, സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഇസ് യു ഹാവ് ടു ക്രിയേറ്റ് എ പാനിക് എമോങ് പീപ്പിൾ. അപ്പോൾ ഇത് സമാനമായിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ കാരണം അതിന് കണക്കെടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പണ്ട് ഉണ്ടായിരുന്നതിൽ നിന്ന് ഇപ്പോൾ 100, 150 നിന്ന് വളരെയധികം നമ്പർ താഴോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചില കേസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് തന്നെ വിചാരിക്കാം, അണ്ടർ റിപ്പോർട്ടഡ് ആണെന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ പഴയ കേസും ഈ 100, 150 എന്ന് പറയുന്നത് അണ്ടർ റിപ്പോർട്ടഡ് ആണ്. നമ്മൾ ഡബിൾ ആയിട്ട് എടുക്കാം, 18 എന്നുള്ളത് 36 ആയിട്ട് കൂട്ടാം, അല്ലെങ്കിൽ ഒരു 4 ഇരട്ടി കൂട്ടാം. അപ്പോഴും പഴയ നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഗ്രാജുവലി ഇത് താഴേക്ക് വരികയാണ്. അതിന് താങ്ക്സ് ടു ദ സിസ്റ്റം. അതായത് അത് ഇത്തരത്തിൽ കേരളത്തിൽ നമ്പർ കുറയാനുണ്ടായത് ഒരുപാട് കാരണങ്ങളുണ്ട്. സർപ്പ വന്നു, ഇത് കൃത്യമായിട്ട് റെക്കോർഡിക്കലി നമ്പേഴ്സ് വെച്ച് റെസ്ക്യൂ ചെയ്യുന്നു. മലപ്രദേശത്ത് അല്ലെങ്കിൽ മനുഷ്യവാസമല്ലാത്ത പ്രദേശങ്ങളിൽ റിലീസ് ചെയ്യുന്നു. ഇതുമായിട്ട് കണക്ട് ചെയ്തൊരു അവയർനെസ്, എന്താ പറയുക, ഒരു കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ടാകുന്നു. ഇവിടുത്തെ സിസ്റ്റം, അതായത് നമുക്ക് ആശുപത്രികളുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിലും 2, 3, 4 മണിക്കൂർ വേണം ഇത് ചികിത്സ വേണ്ട ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കാൻ. നമുക്ക് ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം, ഇടുക്കി, വയനാട് ഒഴികെ, അവിടെ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന വളരെ ചുരുക്കം സ്ഥലങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ ഇടുക്കി, വയനാടുകാർ കൂടുതലും കോഴിക്കോട്ടേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ ഇടുക്കി താഴെ തൊടുപുഴ അല്ലെങ്കിൽ കോട്ടയം അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ബാക്കി എല്ലാ പ്രദേശങ്ങളിലും വിത്തിൻ 1 hour നമുക്ക് എത്താവുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ എല്ലാം ട്രീറ്റ് ചെയ്യാൻ അറിയുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുകയാണ് ഈ നമ്പർ കുറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഇപ്പം വന്ന് സർപ്പ പാമ്പിനെ പിടിച്ചു എന്നുള്ളതുകൊണ്ടല്ല, ഇറ്റ്സ് എ ടീം എഫേർട്ട്. അതൊരു റിയൽ കേരള സ്റ്റോറി തന്നെയാണ്. ലോകം മാതൃകയാക്കേണ്ട ഇത്തരത്തിലൊരു പ്രശ്നമുള്ളൊരു സ്ഥലത്ത്, ഇപ്പം ഇന്ത്യയിൽ ഇത്രയധികം, ഞാൻ വീണ്ടും പറയുകയാണ്, ഏതാണ്ട് 3000 മുതൽ 8000 കടി ഉണ്ടാവുമ്പോഴും മരണനിരക്ക് വളരെ കുറവാണ്. അപ്പം അത് സാധിക്കുന്നത് ഈ തരത്തിലാണ്. കേരള വനം വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സർപ്പയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അവരുടെ ആക്ടിവിറ്റീസിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഈ 2020
പ്രധാനമായിട്ട് മൂന്ന് ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് സർപ്പ വരുന്നത്. ഒന്ന് ഉത്തര കൊലക്കേസ്, അതിൽ ഈ ഭർത്താവ് പാമ്പിനെ ഉപയോഗിച്ച് ഭാര്യയെ കൊല്ലുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായത്. അന്ന് ഒരു പാമ്പ് പിടിക്കുന്ന ഒരാളാണ് അയാൾക്ക് പാമ്പുകളെ നൽകിയത്. 2 ഷാല ഷെരൻ എന്ന് പറഞ്ഞിട്ട് വയനാട്ടിലെ ഒരു കുട്ടി സ്കൂളിൽ വെച്ചിട്ട് ഇതുപോലെ ക്രൈറ്റിന്റെ കടിയേറ്റ് മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. 3ാമത് ഇങ്ങനെ പാമ്പിനെ പിടിക്കുന്ന ഒരാൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് പാമ്പിനെ പിടിച്ച് ആളുകൾ നോക്കി സെൽഫി എടുക്കുകയും അല്ലെങ്കിൽ വീഡിയോ വെച്ച് സർക്കസ് കാണിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ കടിയിട്ട് മരിച്ചു വീഴുകയും ചെയ്തു. അത് വീഡിയോ ആ സമയത്ത് കോവിഡ് സമയത്ത് ഭയങ്കര വൈറലായി. അപ്പം അന്നത്തെ ചീഫ് എൽഎഫ് എന്ന ശ്രീ സുരേന്ദ്രകുമാർ IFS ഇങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്യുകയും മുഹമ്മദ് അൻവർ ഭായ് എന്ന് പറയുന്ന ഇപ്പോൾ DCF ആയിട്ടുള്ള അദ്ദേഹത്തെ അതിൻ്റെ നോഡൽ ഓഫീസർ ആക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഫോം ചെയ്ത് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുകയും, അതായത് പാമ്പിനെ ഇങ്ങനെ കഴുത്തിൽ കുത്തിപ്പിടിച്ചും ഞെക്കിപ്പിഴിഞ്ഞും അപകടകരം വിധം ഹാൻഡിൽ ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതും, അതിനോടൊപ്പം ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്ക്, ആര് പാമ്പിനെ എവിടെ പിടിക്കുന്നു, ഇത്തരത്തിലുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വനം വകുപ്പിന് കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടുന്ന തരത്തിലേക്ക് ഇതിനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പൊ സർപ്പ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ബാഗ് ആൻഡ് പൈപ്പ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇപ്പം ഒരു പാമ്പ് നമ്മൾ ഇരിക്കുന്ന ഇതിനകത്ത് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ പാമ്പിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി നടന്ന് നമ്മളെ കടിക്കിലല്ലാതെ ജീവനും കൊണ്ട് ഓടലാണ്. ഫ്ലീ റെസ്പോൺസാണ്. അപ്പോൾ ഈ ഫ്ലീ റെസ്പോൺസിനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലപ്പോഴും അരികുകൾ ചേർന്നാണ് ഇവർ പോവുക. മാളങ്ങൾ തേടുന്നതാണ്, സേഫ് സ്പോട്ട് തേടുന്നതാണ്. അപ്പോൾ പൈപ്പിനറ്റത്തൊരു കറുത്ത കോട്ടൺ തുണിയാണ് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ മാളം ഉണ്ടാക്കി ഹുക്ക് വെച്ച് പാലിൽ പിടിച്ച് പാമ്പ് നമ്മളെ കടിക്കാത്ത രീതിയിൽ അതിലേക്ക് ചില സമയത്ത് പിടിക്കേണ്ട പോലും വരാണ്ട പാമ്പ് ഓടി അതിനകത്തേക്ക് കയറുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കയറ്റുന്ന പാമ്പ് സേഫാണ്, പാമ്പിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളും സേഫാണ്. പാമ്പിനെ പിടിക്കുന്ന ഞെക്കി പിഴിയേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല, പാമ്പിന് അപകടം വരുന്നില്ല, അവിടെ നിൽക്കുന്ന ആളുകൾക്കും ആർക്കും അപകടം വരാത്ത രീതിയിൽ ഇതിനെ പിടിക്കുകയും വനംവകുപ്പ് വനപ്രദേശത്തിനകത്തും അല്ലെങ്കിൽ മനുഷ്യവാസ പ്രദേശം ഇല്ലാത്ത സ്ഥലങ്ങളിൽ, പ്രധാനമായിട്ടും വനങ്ങൾക്കകത്തും ആണ് ഇതിനെ കൊണ്ട് റിലീസ് ചെയ്യുന്നത്, ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് വന്യജീവി നിയമപ്രകാരം ട്രാൻസ്ലൊക്കേഷൻ ഫോർമാലിറ്റീസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകീകരിക്കുന്നത് ഇതിനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സർപ്പ എന്ന് പറയുന്ന ഈ ആപ്പിലൂടെയാണ്, സ്നേക്ക് അവയർനെസ് ആൻഡ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ്. ഈ ആപ്പ് നമ്മൾ എല്ലാവർക്കും ആപ്പുകൾ സുപരിചിതമാണ്. സൊമാറ്റോ, സ്വിഗ്ഗി, ഊബർ ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ. പക്ഷെ ഇവിടെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഒരു റെസ്ക്യൂവറാണ്, അതല്ലെങ്കിൽ ആശുപത്രി അടുത്തുള്ളത് ഏതാണെന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ചിത്രം എടുത്തു പാമ്പിനെ തിരിച്ചറിയണം എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇറ്റ്സ് എ കമ്പൈൻഡ് എഫേർട്ട്. അപ്പം വനംവകുപ്പ് ട്രെയിൻ ചെയ്ത 3600ഓളം റെസ്ക്യൂവർമാരുണ്ട്. അതിൽ ഏതാണ്ട് 50% വനംവകുപ്പിന്റെ സ്റ്റാഫും അതേപോലെ തന്നെ 50% ആക്റ്റീവായിട്ട് ഓടി നടന്ന് റെസ്ക്യൂ ചെയ്യുന്ന വളണ്ടിയേഴ്സുമാണ്, സന്നദ്ധ സേവനമായിട്ട് തന്നെ ചെയ്യുന്നവരാണ്. അപ്പം അതിലൊറ്റയ്ക്കും അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ പൈസ നിർബന്ധിച്ചും പിടിച്ചു വാങ്ങിയ ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതല്ലാത്ത ഒരു സമൂഹമാണ് ഇതിൽ മൊത്തത്തിൽ ഉള്ളത്. അപ്പോൾ ഇവരുടെ എഫേർട്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇവർ ഈ പറയുന്ന വീട്ടുകാരുമായിട്ടും നാട്ടുകാരുമായിട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്, ഇത്തരത്തിൽ അവബോധം ഉണ്ടാക്കുന്നുണ്ട്. പാമ്പ് കടിയേറ്റാൽ ആശുപത്രിയിൽ തന്നെ പോകണം, അതായത് ആന്റിവെനം ചികിത്സയല്ലാതെ മറ്റൊരു ചികിത്സയില്ല, രക്തത്തിൽ കലരുന്ന വിഷത്തെ നിർവീര്യമാക്കാൻ ഇതിനെ സാധിക്കുന്നുള്ളൂ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇത്തരത്തിലുള്ള. എന്നാലും ഇത് ആളുകളിലേക്ക് എത്തുന്നത് യു ക്യാൻ ഇമാജിൻ. ഇപ്പം എല്ലാവരുടെയും വീട്ടിലും പാമ്പ് കയറുന്നില്ല, അല്ലെങ്കിൽ പറമ്പിലും പാമ്പ് കയറുന്നില്ല, വല്ലപ്പോഴാണ് കയറുന്നത്. അപ്പം അങ്ങനെ ഉള്ള അവയർനെസ് ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക കാസ്കേഡിങ് എഫക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഇതല്ലാതെ ഇപ്പം കേരളത്തിൽ വേറെ ഒരു ഉദാഹരണം സ്നേക്പീഡിയ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. റിസർച്ചേഴ്സും ഡോക്ടേഴ്സും ഇതുമായിട്ട് ഉള്ള ഹെൽത്ത് എൻതൂസിയാസ്റ്റും എല്ലാം കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആപ്പാണ്. അത് കൂടുതലൊരു ഇൻഫർമേഷൻ ഓറിയന്റഡ് ആണ്. അതായത് നമുക്ക് കേരളത്തിലുള്ള പാമ്പുകളെല്ലാം തിരിച്ചറിയാൻ സാധാരണക്കാരന് പറ്റുന്ന തരത്തിൽ, പഠിക്കാൻ പറ്റുന്ന തരത്തിൽ വളരെ ബേസിക് ആയിട്ടുള്ള ലെവലിൽ പാമ്പുകളുടെ ചിത്രങ്ങളും ഏതാണ്ട് 800ഓളം ചിത്രങ്ങൾ ഉണ്ട്, അത് വെച്ച് തിരിച്ചറിയാൻ സാധിക്കും. ഇതുപോലെ ഒരു ഗ്രൂപ്പ്, കേരളത്തിലെ പാമ്പുകൾ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് കൂട്ടായ്മയുണ്ട്. അതിനകത്തൊരു 13 വർഷം മുമ്പ് നമ്മൾ കുറച്ച് പേര് സുഹൃത്തുക്കളൊക്കെ കൂടി, ഡോക്ടർ ജിനേഷ്, ഡേവിഡ് ഒക്കെ കൂടി തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. അപ്പം അന്ന് നമ്മൾ കുറച്ച് പേര് പാമ്പുകൾ ആരെങ്കിലും ഇടും, ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കും, ഒരു 2-3 പടം ആഴ്ചയിൽ വന്നാലായി എന്നുള്ള അവസ്ഥയായിരുന്നു. ഇന്നൊരു ദിവസം മിനിമം ഒരു 30-40, ചില ദിവസം 100 വരെ പടങ്ങൾ വരുന്നുണ്ട് തിരിച്ചറിയാനായിട്ട്. ഇന്ന് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, എന്നാൽ ഗ്രൂപ്പിൽ വന്ന് ഇത് പഠിച്ച് പാമ്പുകളെ തിരിച്ചറിയുന്ന ഒരുപാട് എന്താ പറയുക എക്സ്പേർട്സ് ഉണ്ട്. അതേപോലെ നമുക്കൊരു 890 ഏതാണ്ട് 900-ന് ഡോക്ടേഴ്സ് ഉള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് കേരളത്തിൽ. പാമ്പ് കടിയേറ്റുള്ള ചികിത്സ, പാമ്പ് കടിയേറ്റാൽ ചികിത്സിക്കുന്ന അതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള അങ്ങോളം ഇങ്ങോളം ഉള്ള ഏതാണ്ട് 900-നടുത്തുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അവർ ആശുപത്രിയിൽ പലരും ഒന്നല്ലെങ്കിൽ പാമ്പിനെ തല്ലിക്കൊന്നോ കവറിലിട്ടോ ജീവനോടെയോ ഫോട്ടോ ഒക്കെ ആയിട്ടാണ് വരുന്നത്. ലൈക്ക് വിത്തിൻ സെക്കൻഡ്സ് ആണ് നമ്മളത് അവർക്ക് മറുപടി കൊടുക്കുന്നത്. അത് ഏതാ പാമ്പെന്ന് തിരിച്ചറിയാം. അത് കാര്യം പാമ്പ് ഏതാണെന്ന് അറിഞ്ഞിട്ടല്ല ചികിത്സിക്കുന്നുണ്ടെങ്കിലും ഇതറിയുമ്പോൾ ഇനി ഭാവിയിൽ പുതിയ പ്രോട്ടോകോൾസ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഗവേഷണമാണെങ്കിലോ ഇന്ന പാമ്പിനെ ചികിത്സിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊരു
ശരിക്കും ഒരു സക്സസ്ഫുൾ കേരള മോഡലാണ്. അപ്പം കേരളത്തിൻ്റെ ഈ സർപ്പ എന്ന് പറയുന്ന വനംവകുപ്പിൻ്റെ സർപ്പ എന്ന് പറയുന്ന ആപ്പും അതിൻ്റെ ഒരു രീതിയും ഈ ഗൈഡ് ലൈൻസും തമിഴ്നാട് നാഗം എന്നുള്ള പേരിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ സാധനം ഇതേ ടീമാണ് അത് ചെയ്തിട്ടുള്ളത്. മഹാരാഷ്ട്ര, അതുപോലെ ഉത്തരാഖണ്ഡ്, ഒഡീഷ ഇവരെല്ലാം ഇത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ നമ്പേഴ്സ് കുറയുന്നതിൽ ഈ എല്ലാവരുടെയും പങ്കാളിത്തം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ശരിക്കും പറയുന്നത്. പാമ്പ് കടിയേറ്റാൽ മനുഷ്യർ വളരെയധികം പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ പാമ്പ് കടിയേറ്റാൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഡു ഇറ്റ് റൈറ്റ് എന്നാണ്. അതിൽ റൈറ്റ് ആർ റീഅഷ്വർ, കടിയേറ്റ ആളെ സമാധാനിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം പറയാം. ഇത്രയധികം കടികൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും വലിയൊരു ശതമാനം, ഏതാണ്ട് 98% ആളുകളെ നമ്മുടെ സിസ്റ്റം രക്ഷിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ കടിക്കുന്നതിൽ ഇപ്പം 100-ൽ ആകെ 4-5 പാമ്പുകളേ ഉള്ളൂ മനുഷ്യനെ കൊല്ലാൻ കെൽപ്പുള്ളൂ. അതല്ലാത്തതാണെന്നുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. കടിയേറ്റ ആളെ പേടിപ്പിക്കാതെ സമാധാനിപ്പിക്കാതിരിക്കുക എളുപ്പമല്ല, പക്ഷേ അത് വളരെ പ്രധാനമാണ്. കാരണം പേടിച്ച് ബ്ലഡ് സർക്കുലേഷൻ കൂടി രക്തത്തിലേക്ക് എല്ലായിടത്തേക്കും ഇത് എത്തുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഇമ്മൊബിലൈസ്, ഈ കടികിട്ടിയ വിക്ടിമിലെ നമ്മൾ ഓടിച്ച് അല്ലെങ്കിൽ നടത്തിയോ കായികമായിട്ട് അധ്വാനിപ്പിക്കാതെ അയാളൊരു കസേരയിൽ ഇരുത്തിയോ ഒരു സ്ട്രക്ചറിൽ ഇരുത്തിയോ ആംബുലൻസാണ് ഏറ്റവും പ്രിഫറബിൾ. ആംബുലൻസിലോ അതല്ലെങ്കിൽ ഈ പറയുന്ന വണ്ടിയിലാണെങ്കിൽ കസേര എടുത്ത് ചുമന്നുകൊണ്ട് വണ്ടിയിൽ ഇരുത്തി എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള പരിപാടി നോക്കുക എന്നുള്ളതാണ്. ആർ റീഅഷ്വർ, ഇമ്മൊബിലൈസ് ആൻഡ് GH ഗോ ടു ഹോസ്പിറ്റൽ. ഇത്രയും പെട്ടെന്ന് ആൻറ്റിവെനം ചികിത്സയുള്ള ആശുപത്രിയിലേക്ക് പോവുക. ആൻറ്റിവെനം നമുക്ക് കയ്യിലെടുത്ത് നമുക്ക് എന്താ പറയുക കലക്കി കുടിക്കാവുന്ന പോലെ ഒരു സാധനമല്ല. അതിന് ആശുപത്രി വേണം, ആശുപത്രിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വേണം. ഇനി ഈ ആൻറ്റി സ്നേക്ക് വെനം കുത്തി വെക്കുമ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ശരീരത്തിൽ റിയാക്ഷൻസ് ഉണ്ടാക്കാം. അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സപ്പോർട്ട് സിസ്റ്റം വേണം. അത് ഡോക്ടർമാർ മോണിറ്റർ ചെയ്ത് തന്നെയാണ് ചെയ്യുക. അപ്പോൾ ആൻറ്റിവെനം ചികിത്സയുള്ള ആശുപത്രികളിലേക്ക് പോകണം എന്നുള്ളതാണ് GH. ആൻഡ് ഫൈനലി ടെൽ ദ ഡോക്ടറോട് പറയുക. അതായത് ഇങ്ങനൊരു കേസ് ഉണ്ടായി, അല്ലെങ്കിൽ പാമ്പിനെ കടിച്ചു, അല്ലെങ്കിൽ കടിച്ച പോലെ തോന്നി. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ എറണാകുളം ജില്ലയിലെ ഡോക്ടർ സണ്ണി അദ്ദേഹം പറയുണ്ടായ ഒരു കേസ് ഒരു 2-3 ആഴ്ച മുമ്പ് ഉണ്ടായി. ഒരു പ്രായമുള്ള ഒരാൾ വൈകുന്നേരം ഗേറ്റ് അടയ്ക്കാൻ പോയി തിരിച്ചു വന്ന് ഇവർ നോക്കുമ്പോൾ ബെഡിൽ കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ സ്ട്രോക്ക് പോലെ പ്രായമായിട്ടുള്ള ഒരാളാണ്. ആശുപത്രിയിലെത്തി. പക്ഷെ സംസാരിക്കാനായിട്ട് ഡോക്ടർ ചോദിച്ചു എന്താ ഉണ്ടായി. അയാൾ ഗേറ്റ് അടയ്ക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ടോർച്ച് അടിച്ച് കാലിൽ നോക്കണമുണ്ടോ, അത് കഴിഞ്ഞ് വന്ന് വീണു. അപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ ഒരു ബൈറ്റ് മാർക്ക് ഉണ്ട്. പിന്നെ നോക്കുമ്പോൾ സിംറ്റംസ് പലതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അയാൾ ഹി വാസ് സേവ്ഡ്. അപ്പോൾ ആ വീട്ടുകാരത് കണ്ടതുകൊണ്ട് അവർക്കതൊരു ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ നമ്മളുടെ ഉണ്ടായ സങ്കടകരമായിട്ടുള്ള പുതുക്കാട് ഉണ്ടായ സംഗതിയിൽ അവർ ഫുഡ് പോയ്സൺ ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. ഒരുപക്ഷെ അറിയുമായിരുന്നെങ്കിൽ അത് പറ്റിയാണ്. പക്ഷേ നമ്മൾ നോബഡി കാൻ ഡു എനിത്തിങ്. നമുക്കും ഒരുപക്ഷെ അറിഞ്ഞോളണമെന്നില്ല, നമ്മളും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇത് അറിയുന്ന കാര്യങ്ങൾ, ഉണ്ടായ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് വാട്ട് വി ഷുഡ് ഡു ഇറ്റ് റൈറ്റ്. ഒരുപാട് കാര്യങ്ങൾ പലയിടത്തും പറയുന്നുണ്ട്. സോപ്പിട്ട് കഴുകണം പാടില്ല, നമ്മൾ ഈ ആളെ കെട്ടണം പാടില്ല. അതായത് ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർമാർ ടൂർണിക്കെ പാടില്ല എന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുണ്ട്. അതല്ലാതെ നമ്മുടെ നാഷണൽ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് എല്ലാം പറയുന്നത് കെട്ടാൻ പാടില്ല എന്ന്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു പ്രഷർ ബാൻഡേജ് ചെയ്യുന്നതും ഒരു സാധാരണക്കാരൻ ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഡോക്ടർ ചെയ്യുന്നത് ഉപകാരം ഉണ്ടാകുമ്പോൾ നമ്മളൊരാൾ ചെയ്യുന്നത് ട്രെയിൻഡ് അല്ലാത്ത ഒരാൾ ചെയ്യുന്നത് അപകടം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു ബയസ് ഉള്ളത് കൊണ്ടും ഈ പൊതുജനം അത് ഒരു പ്രശ്നമാകരുതെന്നുള്ളതുകൊണ്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് ആളെ വേറൊന്നും ചെയ്യിപ്പിക്കാതെ ഇപ്പോൾ വെള്ളം കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റേ ഈ പറഞ്ഞ സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുകയോ ഇങ്ങനെ കെട്ടുകയോ പിടിക്കുകയോ കഴുകുകയോ ഒന്നും ചെയ്യാതെ എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളതാണ്. 2 ആഴ്ച മുമ്പ് ഈ പ്രശ്നങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസം മുന്നേ ഈ ഉണ്ടായ 2-3 ദിവസം മുന്നേ ഒരു വാർത്ത ചൈനയിൽ നിന്നാന്ന് തോന്നുന്നു കണ്ടിരുന്നു. ഒരാൾ പാമ്പ് കടിച്ചു ഉടനെ അയാൾ ആ കടിച്ചത് വിരലിലാണ്, വിരലങ്ങ് വെട്ടിക്കളഞ്ഞു. ആശുപത്രിയിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴാണ് കടിച്ച് വിഷമില്ലാത്ത പാമ്പാണ്, വിരൽ പോയി. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഇടപെടലുകളൊന്നും നടത്താതെ എത്രയും പെട്ടെന്ന് ഇയാളെ ആൻറ്റിവെനം ചികിത്സയുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ ബിഗ് 4 ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ പാമ്പുകൾക്കും ഒരൊറ്റ ആൻറ്റിവെനമാണോ ഉള്ളത്? അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അതായത് ഈ ആൻറ്റിവെനം ബേസിക്കലി ഈ 4 പാമ്പുകളുടെ വിഷം അതിന് മിൽക്ക് ചെയ്യുക എന്ന് പറയും. അത് ഇന്ത്യയിൽ അതിന് അനുമതിയുള്ളത് തമിഴ്നാട്ടിലെ ഇരുള കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ്. ഇരുള ട്രൈബ്സിലുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകൾ അവർ പാമ്പിനെ ട്രാക്ക് ചെയ്ത് പിടിക്കാൻ കഴിവുള്ളൊരു ടീമാണ്. അപ്പോൾ അവർക്കാണ് അതിനുള്ള അനുമതിയുള്ളത്. അവർ പാമ്പുകളെ പിടിക്കുകയും വിഷം മിൽക്ക് ചെയ്യും. നമ്മൾ പല ചാനലുകളിലും നാഷണൽ ജോഗ്രഫിക്കലും BBC-ലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ജാറിലേക്ക് ബീക്കണിലേക്ക് അതിനെ പിടിച്ച് ബൈറ്റ് ചെയ്ത് വെനം എടുക്കുകയാണ് ചെയ്യുന്നത്, മിൽക്ക് ചെയ്യും. ഈ വെനം നേരിയ അളവിൽ ഇതിൻ്റെ ഒരു കോക്ടെയിൽ ഈ പറയുന്ന 4 എണ്ണവും ഒരുമിച്ച് കുതിരയുടെ ശരീരത്തിൽ നേരിയ അളവിൽ കുത്തിവെക്കുകയും കുതിരയുടെ ശരീരത്തിൽ ഇതിനെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡിയാണ് നമ്മൾ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഫോമിൽ ആൻറ്റി സ്നേക്ക് വെനമായിട്ട് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഈ കുതിരയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനം നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയും അതിനെ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ അലർജിക് റിയാക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അതും ഡോക്ടർമാർ അതിനും എക്വിപ്ഡ് ആണ് എന്നുള്ളതാണ്. പിന്നെ ഈ പാമ്പുകളെ കുറിച്ച് ഒരുപാട് മിത്തുകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാമ്പുകൾക്ക് പ്രതികാര ബുദ്ധിയുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്തരം മിത്തുകൾ ഒരുപാട് കൺഫ്യൂഷൻസും ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത്തരത്തിലുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റോ കപ്പാസിറ്റി ഉള്ള ജീവികളൊന്നും അല്ല. അപ്പം അത് ഭയങ്കര തമാശയായിട്ട് പറയുകയാണെങ്കിൽ കോവിഡ് സമയത്ത് വളരെയധികം വൈറലായിട്ടുള്ളൊരു വാർത്തയുണ്ട്. എനിക്ക് തോന്നുന്നു ഹൈദരാബാദ് അവിടെ എവിടെയാണ് ഒരാൾ റോട്ടിൽ പാമ്പിൻ്റെ മേത്ത് കൂടെ കയറ്റി 6 കിലോമീറ്റർ പിന്തുടർന്ന് ഈ പാമ്പ് ഇയാളെ കടിച്ചു എന്നുള്ളതെന്ന് പറയുന്നത്. പാമ്പ് കയറ്റി കഴിഞ്ഞപ്പോൾ പാമ്പ് അതിൽ ചുറ്റിയിരുന്നു. 6 കിലോമീറ്റർ കഴിഞ്ഞ് വണ്ടി നിർത്തിയപ്പോൾ ഒരു കടിയും വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള കഥകളായിരിക്കണം ഇത്തരത്തിലുള്ള പ്രതികാരവും അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെ ഒരാളെ തിരിച്ചറിഞ്ഞ് പുറകെ വന്ന് ആളെ കണ്ടെത്തി ആളെ ഓർത്ത് അത്തരത്തിലുള്ള പകയ്ക്കുള്ള എന്താ പറയുക ബുദ്ധിവികാസമോ ബ്രെയിൻ ഡെവലപ്മെൻറ്റോ ഒന്നും പാമ്പുകൾക്കില്ല എന്നുള്ളതാണ്. പിന്നെ എവിടെ പോയാലും കൂടെ പാമ്പ് കടിയേൽക്കുന്ന മനുഷ്യരുടെ കഥകളും യൂട്യൂബിലൊക്കെ നമുക്ക് കാണാം. എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലെ സയൻസ്? എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെ അത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ട് ഒന്നും അടിസ്ഥാനമില്ല. അതായത് ഇയാൾ പെരുമാറുന്ന ഇടപെടുന്ന അയാളുടെ ജോലിയോ അയാളുടെ ജീവിത സാഹചര്യമോ അയാൾ ജീവിക്കുന്ന പ്രദേശമോ ഇത്തരത്തിൽ പാമ്പുകൾക്ക് ഒരുപാട് ജീവിക്കുന്ന അല്ലെങ്കിൽ പാമ്പുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരിക്കും. അത് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കിട്ടും. അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിൽ ഒരു ലോക്കൽ ഏരിയയിൽ ഉള്ള ആൾക്ക് പാമ്പ് പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് പാമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ഇത്തരത്തിൽ ഷൂടാതെയോ അല്ലെങ്കിൽ വളരെയധികം ഇതുമായിട്ട് ഇടപഴകുന്ന ഇൻട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രൊഫഷൻ ആവാം. അല്ലെങ്കിൽ അയാൾ സ്ഥിരം ഉപയോഗിക്കുന്ന വഴി അതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നതുമായിട്ട് അതിനെന്തെങ്കിലും ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ടു ഇറ്റ് ഇഫ് യു പ്രൊവൈഡ് എ കേസ്. ഒരു കേസ് എടുക്കുകയാണ്, നമ്മളത് വ്യക്തമായിട്ട് പഠിച്ചാൽ അതിൻ്റെ റീസൺ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതല്ലാതെ ഒരാളോട് പാമ്പുകൾക്ക് പ്രത്യേകിച്ചൊരു വിദ്വേഷമോ വെറുപ്പോ അല്ലെങ്കിൽ ഇന്ന ആളോടൊരു ഇഷ്ടമോ തേടി പിടിച്ച് കടിക്കുകയോ അത്തരത്തിലുള്ള സംഗതികളൊന്നുമില്ല. നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ പാമ്പുകൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ടല്ലോ. ഇപ്പോൾ മൂർഖൻ പാമ്പിനെ നമ്മൾ നാഗദേവതയായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ലോകമെമ്പാടും മനുഷ്യർക്കിടയിൽ കാണുന്ന ഒരു കൾച്ചറൽ കാര്യമാണോ? അതായത് പാമ്പുകളെ ദേവന്മാരും ദേവതകളും ഒക്കെ ആയിട്ട് കണക്കാക്കുന്നത്. ഞാനതിനെ നോക്കിക്കാണുന്നത് ഈ പറഞ്ഞൊരു മുൻകാലത്തുള്ള ആളുകൾ ഇത് ഭയക്കേണ്ട എന്നാൽ ചുറ്റുപാടും വേണ്ട ജീവികളാണെന്നുള്ളൊരു തിരിച്ചറിവിൽ അന്നത്തെ ആളുകൾ കൊണ്ടുവന്ന പാമ്പുകളെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, പേടിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വന്ന വിശ്വാസങ്ങളാണെന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. അതായത് നമ്മുടെ കാവുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആണ്. ഇന്ന് ഒരു പക്ഷേ മധ്യ കേരളത്തിലും ഈ പറഞ്ഞ സദേൺ കേരളയിലേക്കൊക്കെ പോകുമ്പോൾ ഇന്ന് കാവുകൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മൾ നോർത്തേൺ സൈഡിലേക്ക് കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളൊക്കെ പോകുമ്പോൾ ഇന്ന് വലിയ കാവുകളുണ്ട്. ഈ കാവുകൾക്കകത്ത് പലപ്പോഴും കൊടും വനത്തിനകത്ത് കാണുന്ന തരത്തിലുള്ള ജൈവസമ്പത്ത് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത് ആ ഒരു നമ്മുടെ പല കൺസെപ്റ്റ്സും ഈ പറയുന്ന തെയ്യങ്ങളും ഇതുമെല്ലാം ഒരു തരത്തിൽ ഈ തരത്തിൽ ഇതിനെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്ന തരത്തിൽ ഫോം ചെയ്തിട്ടുള്ള വിശ്വാസങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളുടെ ഈ കൾച്ചറിലും ഇതെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ എന്ന് മാത്രമല്ല, ഇപ്പം പുറം രാജ്യത്തുള്ള ഇത്തരത്തിലുള്ള പല സംസ്കാരങ്ങളിലും പാമ്പിനെ ഒരു ദൈവിക പരിവേഷവും നമ്മൾ പേടിക്കേണ്ട ആ ഒരു ഇതിലും അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. വിഷബാധ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിലും ഇംഗ്ലീഷിൽ വെനം, പോയിസൺ, ടോക്സിൻ എന്നീ വാക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട് ജനങ്ങൾക്കിടയിൽ. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് എപ്പോഴും വിഷം എന്നുള്ളതാണ്. അത് ബീറ്റ് വെനം ഓർ പോയിസൺ, മലയാളത്തിൽ നമ്മളതിന് വിഷം എന്നാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വെനമും പോയിസണും രണ്ടാണ്. പാമ്പുകൾ വെനമസ് ആണ്. എന്താ വെച്ചാൽ അവരുടെ വെനം ഗ്രന്ഥിയിൽ ശരീരത്തിൽ വെനമുണ്ടാക്കി അത് ഒരു വിഷപ്പല്ലിലൂടെ മറ്റൊരു ജീവിയിലേക്ക് കുത്തിവെക്കുന്നു. അത് പ്രധാനമായിട്ടും ഇരയെ കൊല്ലാനും ഇരയെ ദഹിപ്പിക്കാനും, എന്നാൽ ഡിഫെൻസ് എന്നുള്ള രീതിയിലും ഇവരത് ഉപയോഗിക്കും. അപ്പോൾ അത് ഇപ്പം തേള് അവരുടെ സ്റ്റിങ് ഉപയോഗിച്ച് കുത്തുന്നു. അപ്പോൾ ദേ ആർ വെനമസ്. ബട്ട് ദർ ആർ സം ആനിമൽസ് വിച്ച് ആർ പോയ്സണസ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള അല്ലെങ്കിൽ പോയ്സണസ് ആയിട്ടുള്ള ആനിമൽസ് ചില ഫ്രോഗ്സിനാണ് പറയുന്നത്. ആരോ പോയ്സൺ ഫ്രോഗ്സ് എന്ന് പറയും. ഈ ആരോ പോയ്സൺ ഫ്രോഗ്സ് പ്രധാനമായിട്ട് അവർ കഴിക്കുന്ന ചില പ്രാണികളിൽ നിന്നുള്ള അവരുടെ എക്സോസ്കെൽറ്റനിലുള്ള ചില ടോക്സിൻസ് തൊലിപ്പുറത്ത് അടിഞ്ഞുകൂടും. ഈ തവളയെ നമ്മൾ കടിച്ചാൽ നമ്മൾ ചാവും, തവള നമ്മളെ കടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. അപ്പം വെനം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ ശരീരത്തിനകത്ത് ഒരു ഗ്രന്ഥിയിലുണ്ടായി വിഷപ്പല്ലിലൂടെ ഇഞ്ചക്റ്റ് ചെയ്താൽ പ്രശ്നമാവുന്നതാണ് വെനം. പോയ്സൺ ആണെങ്കിൽ അത് ഇഞ്ചക്റ്റ് ചെയ്താലും ഇൻജസ്റ്റ് ചെയ്താലും കഴിച്ചാലും കുത്തിവെച്ചാലും പ്രശ്നമാണ്. അപ്പം മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് പാമ്പുകൾ പൊതുവേ വെനമസ് ആണെങ്കിലും
നമുക്ക് ഇപ്പോൾ മലേഷ്യയിൽ ആ പ്രദേശങ്ങളിലൊക്കെ കാണുന്ന റെഡ് നെക്ക് കീൽ ബാക്ക്, റാപ്ഡോപ്സ് സബ്മിനിയേറ്റേഴ്സ് എന്ന് പറയുന്ന പാമ്പ്, ദേ ആർ ബോത്ത് വെനമസ് ആൻഡ് പോയ്സണസ്. ഇവർ ചൊറിത്തവളകളെ കഴിക്കും. ബുഫോ വിഭാഗത്തിലുള്ള ചൊറിത്തവളകളെ കഴിക്കും. അവരുടെ ശരീരത്തിലുള്ള ചില ടോക്സിൻസ്, ബുഫോ ടോക്സിൻസ് ഉണ്ട്. ഇവരത് സെക്വസ്റ്റർ ചെയ്ത് ഇവരുടെ ന്യൂക്കൽ ഗ്ലാൻഡിൽ കഴുത്തിൽ സൂക്ഷിക്കും. ഈ പാമ്പിനെ ഒരു പക്ഷിയോ പൂച്ചയോ കടിക്കുമ്പോൾ ഇവർ കഴുത്തിൽ നിന്ന് ഈ പോയ്സൺ ഊസ് ഔട്ട് ചെയ്യും. ഇറ്റ്സ് ആൻ ആൻറ്റി പ്രൊഡക്റ്ററി സ്ട്രാറ്റജി. അപ്പം എന്നാൽ ഇതിനെ പിടിക്കാനായിട്ട് ഇത് വെനം ഇഞ്ചെക്ട് ചെയ്യുകയും ചെയ്യും. സോ ദാറ്റ് സ്നേക്സ് ഇസ് വെനമസ് ആൻഡ് പോയ്സണസ്. അതർവൈസ് നമ്മൾ ഈ പറയുന്ന പ്രശ്നമുള്ള സാധനങ്ങളെല്ലാം ദേ ആർ ഓൾ വെനമസ്, ദേ ആർ നോട്ട് പോയ്സണസ്. ജീവികൾക്കിടയിൽ കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണല്ലോ കാനിബാലിസം. ഇത് പാമ്പുകൾക്കിടയിലും കാണാറുണ്ട്. ഇതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? അതായത് പൊതുവെ ഒരു ധാരണ രാജവെമ്പാല മാത്രമാണ് പാമ്പുകളെ കഴിക്കുന്നത്. അങ്ങനെയല്ല, എല്ലാ പാമ്പുകളും കാനിബാലിസം കാണിക്കുന്നുണ്ട്. പക്ഷേ രാജവെമ്പാലയുടെ പ്രൈമറി ഡയറ്റ് എന്ന് പറയുന്നത് പാമ്പുകളാണ്. ചേരയും മൂർക്കനും ചിലപ്പോൾ രാജവെമ്പാല വരെ അവർ തിന്നുന്നു. മറ്റു പിറ്റ് വൈപ്പറുകളും അങ്ങനെ ചെറിയ പാമ്പുകളൊക്കെ വളരെ അപൂർവമായിട്ടാണ് ഈ ഉടുമ്പിനെയൊക്കെ തിന്നിട്ടുള്ള റെക്കോർഡ്സ് ഉള്ളത്. സോ ദേ പ്രൈമറി ഡയറ്റ്സ് ആർ സ്നേക്സ്. അതുകൊണ്ട് അവരെ രാജവെമ്പാലകൾ എന്നുള്ളൊരു അർത്ഥമുണ്ട്. പക്ഷേ പൊതുവേ പാമ്പുകൾ എല്ലാവരും എടുക്കുമ്പോൾ അവർ കാനിബാളിസ്റ്റിക് ആണ്. പക്ഷേ ഇപ്പോൾ ഒരു മൂർക്കനോ വെള്ളിക്കെട്ടനോ ഒന്നും എല്ലാ ദിവസവും പോയി മറ്റു പാമ്പുകളെ തിന്നോളന്നില്ല. നേരെ മറിച്ച് ഒരു ടെറിട്ടോറിയൽ ഇഷ്യൂ വരുന്നു, അതല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഇത് വരുന്നു എന്നുള്ള അവസ്ഥയിൽ, അല്ലെങ്കിൽ ദേ ആർ ഓപ്പർച്യൂണിസ്റ്റിക്. അവർക്ക് ഒരു അവരുടെ ഇതിന് സൗകര്യത്തിന് കിട്ടുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ദേ മൈറ്റ് ആസ് വെൽ ട്രൈ ഓൺ അതർ സ്നേക്സ്. അതിലിപ്പോൾ മൂർക്കനെ തിന്നും, ചേരയെ തിന്നും, ചേര മൂർക്കനെ തിന്നും. അത്തരത്തിലുള്ള കേസുകളും ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്. ഈ കാനിബാലിസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്പീഷീസിൽ പെട്ട, അതായത് ജീവികൾ സ്വജാതിയിലുള്ളവരെ തിന്നുന്നതിനാണ് കാനിബാലിസം എന്ന് പറയുന്നത്. അതർവൈസ് ഒഫിയോഫാഗി, പാമ്പുകളെ തന്നെ കഴിക്കുന്നു എന്നുള്ളതാണ് ജനറലി യൂസ് ചെയ്യുന്നത്. ഈ കാനിബാലിസം എന്ന് പറയുന്നത് സ്വജാതിയിലെ മറ്റു അംഗങ്ങളെ കഴിക്കുന്നതിന് ആണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്വഭാവം എങ്ങനെയാണ് ജീവികളിൽ പരിണാമപരമായിട്ട് സെലക്ട് ചെയ്ത് വരുന്നത്? പരിണാമപരമായിട്ട് അതിനുള്ള റീസൺസ് പറയുന്നത് ഒന്ന് ഇതാണ്, ലൈക്ക് ഒരു ടെറിട്ടോറിയാലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കാനിബാലിസ്റ്റിക് ബിഹേവിയർ കൂടുതൽ കാണിക്കുന്നത്. പക്ഷേ ചില കേസുകളിൽ അത്തരത്തിലൊരു മെയിൽ എന്നുള്ള രീതിയിൽ ലൈക്ക് ജെൻഡറിനൊരു ഇഷ്യൂ ഇല്ല, അല്ലാതെയും ഇവർ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിണാമപരമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള റീസൺ ഈ റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്നുള്ളത് തന്നെ ആവണം. ഓക്കെ. പാമ്പുകൾ ഇരകളെ വിഴുങ്ങുമ്പോൾ അവരുടെ തലയേക്കാളും വലിയ ഇരകളെയാണല്ലോ പലപ്പോഴും വിഴുങ്ങുന്നത്. ഇതെങ്ങനെയാണ് അവർക്ക് സാധ്യമാകുന്നത്? എല്ലാ പാമ്പുകളും അല്ല, അത് പ്രധാനമായിട്ടും അത് പൈത്തൺസിലാണ് കാണുന്നത്. അവർക്ക് ആ ജോ അതനുസരിച്ച് തുറക്കാനും ഇത് മുഴുവൻ വിഴുങ്ങാനും, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു വായ ഇങ്ങനെ ആട്ടി അത് തിരിച്ച് പ്ലേസ് ചെയ്ത് വീണ്ടും കഴിക്കാനും സാധിക്കും.